ടെൻസ് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് വെർബ് പരിചയപ്പെടാം ആദ്യം. ആ വെർബിൻ്റെ 3 ഫോംസ് നിങ്ങൾക്ക് എഴുതാൻ അറിയാവോ? 3 ഫോംസ് എഴുതാൻ അറിയാവോ? വെർബിൻ്റെ V1, V2, V3. ആ ഫോം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ടെൻസ് നിങ്ങൾക്ക് കുറേ കിട്ടും. ആദ്യം നമുക്ക് ഡു എടുക്കാം. അത് ഓക്സിലറി വെർബ് കൂടാണ്. ഡു. അതിൻ്റെ V1 ഡു, പിന്നെ V2 എന്ന് പറയുന്നത് ഡൂവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ്. V2 പാസ്റ്റ് ആണ്. V2. ഇനി V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഡിഡ്, ഡൺ. ഡു, ഡിഡ്, ഡൺ. മനസ്സിലായോ? ഡു, ഡിഡ്, ഡൺ. അങ്ങനെയാണ് ഈറ്റോ. ഈറ്റ് ആണല്ലോ. ഈറ്റ്, ഏറ്റ്, ഈറ്റ്, ഈറ്റ്, ഏറ്റ്, ഈറ്റ്. സ്പീക്ക് ആണല്ലോ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. റൈറ്റ് ആണല്ലോ. റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. സെൻഡ് ആണല്ലോ. SEND, സെൻഡ്. SENT, സെൻഡ്, സെൻഡ്. പണിഷ് ആണല്ലോ. പണിഷ്, പണിഷ്ഡ്, പണിഷ്ഡ്. മനസ്സിലായി? ഡു, ഡിഡ്, ഡൺ. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. പിന്നെ സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. സെൻഡ്, സെൻഡ്, സെൻഡ്. പണിഷ്, പണിഷ്ഡ്, പണിഷ്ഡ്. കാര്യം മനസ്സിലായല്ലോ? ഇനി കുറച്ച് പേർ കൂടി എഴുതണം. ഗോ ആണെങ്കിൽ എന്തായിരിക്കും? ഗോ, വെന്റ്, ഗോൺ. ഗോ, വെന്റ്, ഗോൺ. റീഡ് ആണല്ലോ. റീഡ്. എഴുതുന്ന റീഡ്, പക്ഷെ വായിക്കുന്ന എന്താ? റെഡ്. റീഡ്, റെഡ്, റെഡ്. ടീച്ച് ആണല്ലോ. ടീച്ച്, ചോട്ട്, ചോട്ട്. ടീച്ച്, ചോട്ട്, ചോട്ട്. സി ആണല്ലോ. SEE, സി. സി, സോ, സി. ടേക്ക് ആണല്ലോ. ടേക്ക്, ടുക്ക്, ടേക്കൺ. ടേക്ക്, ടുക്ക്, ടേക്കൺ. മനസ്സിലായോ? ടേക്ക്, ടുക്ക്, ടേക്കൺ. ആ V1, V2, V3 മനസ്സിലായല്ലോ. അത് എവിടെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്കതിന് മുമ്പ് ഇതിൻ്റെ ING ഫോം എഴുതാൻ പഠിക്കാം. V1 ING ഫോം ഓഫ് ദി വെർബ്. ഗോയുടെ ING ഫോം, ഗോയുടെ കൂടെ ING ചേർക്കും. എന്ത് വരും? ഗോയിങ്. ഗോ, ഗോയിങ്. റീഡ്, പാസ്റ്റ് ടെൻസിൻ്റെ കൂടെ ING ചേർക്കരുത് കേട്ടോ. റീഡ്, റീഡിങ്. ടീച്ച്, ടീച്ചിങ്. സീ, സീയിങ്. ടേക്ക്, ടേക്ക് നോക്കിയേ, ഈയിലാണ് എൻഡ് ചെയ്യുന്നത്. ഈ മാറ്റിയിട്ട് ING. ടേക്ക്, ING, ടേക്കിങ്. മനസ്സിലായോ? ഗോ, ഗോയിങ്. റീഡ്, റീഡിങ്. ടീച്ച്, ടീച്ചിങ്. സീ, സീയിങ്. ടേക്ക്, ടേക്കിങ്. കാര്യം മനസ്സിലായല്ലോ? അത്രയും പാസ്റ്റ് ആ ഒരു വെർബ് എഴുതുമ്പോൾ V1, V2, V3. V1 എന്ന് പറയുന്നത് ബേസ് ഫോം ആണെങ്കിലും പ്രസന്റ് ടെൻസിലെ ഒരു വെർബായിട്ടും എടുക്കാം അതിന്. V2 എന്ന് പറയുമ്പോൾ അതിന് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. V3 എന്ന് പറയുന്നത് PPV, ക്രിയാംഗം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ടെൻസ് മുഴുവനായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഓർത്തോണം, 3 tenses are there. ഏതൊക്കെയാ? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഏതൊക്കെയാ? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ?
വർത്തമാനകാലം. പാസ്റ്റ് ടെൻസോ ഭൂതകാലം, കഴിഞ്ഞ കാലം. ഫ്യൂച്ചർ ടെൻസോ ഭാവി കാലം. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസന്റ് വർത്തമാനകാലം, പാസ്റ്റ് ഭൂതകാലം, ഫ്യൂച്ചർ ഭാവി കാലം. ഇനി ഓരോ ടെൻസിനെയും 4 സബ് ഡിവിഷൻ ഉണ്ട്. ഓരോ ടെൻസിനും എത്ര സബ് ഡിവിഷൻ ഉണ്ട്? 4. ആദ്യത്തേത് സിമ്പിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ്. സിമ്പിൾ ടെൻസ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ടെൻസ് ആണ് ആദ്യത്തേത്. ടോട്ടൽ എത്ര ടെൻസാണ് ഉള്ളത്? 3. അപ്പോഴേ സിമ്പിളിൻ്റെ കൂടെ 3 ചേർത്തേ. പ്രസന്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ, ഫ്യൂച്ചർ സിമ്പിൾ. മനസ്സിലായോ? ആദ്യത്തേത് സിമ്പിൾ ടെൻസ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ടെൻസ്. പ്രസന്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ, ഫ്യൂച്ചർ സിമ്പിൾ. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നെക്സ്റ്റ് ഏതാണ്? കണ്ടിന്യൂസ് ടെൻസ്. സെക്കൻഡ് വൺ കണ്ടിന്യൂസ്, തുടർച്ചയെ കാണിക്കുന്നത് കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഏതൊക്കെ ടെൻസ് ആയിരിക്കും ഉള്ളത്? പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഈ നെക്സ്റ്റ് പെർഫെക്റ്റ്, കംപ്ലീറ്റ് ആണ്, ഫിനിഷ്ഡ് ആണ്, പൂർത്തിയായ ക്രിയകളാണ്. പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഏത് 3 ടെൻസ് ഏതൊക്കെയാണ്? പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. നെക്സ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിൻസും ഫോറും ഒക്കെ മിക്കവാറും ഇതിലായിരിക്കും ചേർക്കുന്നത്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതൊക്കെയാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. മനസ്സിലായല്ലോ? ആ ടെൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തോണം. ഇനി പ്രസന്റ് ചേർത്ത് ഓരോന്നും പറഞ്ഞേ. സിമ്പിൾ പ്രസന്റ് അല്ലെങ്കിൽ പ്രസന്റ് ഇൻഡെഫിനിറ്റ്, പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ആണെങ്കിലോ പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ ആണെങ്കിലോ ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത്ര മനസ്സിലായോ? പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മനസ്സിലായല്ലോ? ഇനി ഓരോന്നിലെ പൊതുവായിട്ടുള്ളത് നോക്ക്, നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ പറ്റുമെന്ന്. പൊതുവായിട്ടുള്ളത് ഞാൻ പറയാം. സിമ്പിൾ ടെൻസിൽ വെർബിൻ്റെ ഫോം മാറുന്നില്ല. വെർബിന് മുമ്പ് ഒരു ഓക്സിലറി വെർബ് ചേർത്തിട്ട് വെർബാണ്. എഴുതിക്കോ. സിമ്പിൾ ടെൻസിൻ്റെ പൊതുവായിട്ടുള്ള നിയമം സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. സബ്ജക്റ്റും വെർബുമാണ്. അതായത് വെർബിന് മുമ്പ് ഒരു ഓക്സിലറി വെർബ് ചേർത്താൽ മതി. വെർബിൻ്റെ എന്ത് മാറുന്നില്ല? ഫോംസ് മാറുന്നില്ല. ആ V1 ഫോം തന്നെ നമുക്ക് എഴുതി വെക്കാം. മനസ്സിലായോ? എന്നിട്ട് അതിന് മുമ്പ് ഒരു ഓക്സിലറി വെർബ് ചേർക്കണം. ആ ഓക്സിലറി വെർബ് ഏതാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ സിമ്പിൾ ടെൻസിൽ സബ്ജക്റ്റും വെർബും കിട്ടിയേ. സബ്ജക്റ്റും വെർബും. ഇനി കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ വെർബിൻ്റെ ഏത് ഫോം എടുക്കണമെന്നറിയാവോ? ING ഫോം എടുക്കണം. ഏത് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലും വെർബിൻ്റെ ING ഫോമാണ് എടുക്കുന്നത്. ഏത് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലും വെർബിൻ്റെ ING ഫോം എടുക്കും. ഗോ ആണെങ്കിൽ ഗോയിങ് എടുക്കും. റീഡ് ആണെങ്കിൽ റീഡിങ്, ടീച്ച് ആണെങ്കിൽ ടീച്ചിങ്, സീ ആണെങ്കിൽ സീയിങ്, ടേക്ക് ആണെങ്കിൽ ടേക്കിങ്. ഇപ്പോൾ കണ്ടിന്യൂസ് ടെൻസിന് വെർബിൻ്റെ ഏത് ഫോം എടുക്കുന്നത്? ING ഫോം. ഇനി പെർഫെക്റ്റ് ടെൻസിൽ V3 എടുക്കുന്നത് PPV ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പെർഫെക്റ്റ് ടെൻസിൽ ചേർക്കുന്നത്. അങ്ങനെ കോമൺ ആയിട്ട് പഠിച്ചു വെക്കണം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബാണ് ഏത് ടെൻസിൽ ചേർക്കുന്നത്? പെർഫെക്റ്റ് ടെൻസിൽ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ഏത് ഫോമാണ്? വെർബിൻ്റെ ING ഫോം അല്ലേ? വെർബിൻ്റെ ING ഫോം. അതിന് മുമ്പ് ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൂടെ ചേർക്കണം. അപ്പോൾ ഏതാ? ബീൻ. മനസ്സിലായോ? ബീനും ING. ഇനി ഏതിൻ്റെ ഫോം ആണെന്ന് പിന്നെ പറയാം. അപ്പോൾ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ബീനും കാണും INGയും കാണും. പെർഫെക്റ്റ് ടെൻസിൽ വെർബിൻ്റെ ഏത് ഫോമാണ് ചേർക്കുന്നത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കണ്ടിന്യൂസ് ടെൻസിൽ വെർബിൻ്റെ ING ഫോം. സിമ്പിൾ ടെൻസിൽ വെർബ്. മനസ്സിലായോ? സിമ്പിൾ ടെൻസിൽ വെർബ്,
കണ്ടിന്യൂസ് ടെൻസിൽ വെർബിന്റെ ING ഫോം, പെർഫെക്റ്റ് ടെൻസിൽ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ING ഫോമിന് മുമ്പ് ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളായ ബി. മനസ്സിലായോ? ഇനി പൊതുവായിട്ടുള്ളതാ പറഞ്ഞു. ഈ ആ വെർബിന് മുൻപ് എന്താ ചേർക്കുമെന്നൂടെ പറഞ്ഞിട്ട് പിന്നെ ഓരോ ടെൻസിലൂടെ പോകും. സിമ്പിൾ സിമ്പിളിൽ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഓർത്തോണം, സിമ്പിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ടെൻസിൽ പ്രസന്റ് ടെൻസിൽ നമ്മൾ വെർബിനോട് ചേർക്കുന്ന ഓക്സിലറി വെർബ് ഡൂവും ഡെസ്സും ആയിരിക്കും. വെർബിനോട് ചേർക്കുന്ന ഓക്സിലറി വെർബ് ഏതായിരിക്കും? ഡൂവും ഡെസ്സും ആയിരിക്കും. സിമ്പിൾ ടെൻസിൽ പ്രസന്റ് സിമ്പിൾ ടെൻസിൽ വെർബിനോട് ചേർക്കുന്ന ഓക്സിലറി വെർബ് ഏതായിരിക്കും? ഡു ഓർ ഡെസ് ആയിരിക്കും. മനസ്സിലായോ? ഇനി ആ ഡു ഓൺ ഡെസ്സും വരുമ്പോൾ വെർബിനുള്ള മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ഡൂവിൻ്റെ കൂടെ ഈറ്റ് ഡൂവിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ആ വെർബിൻ്റെ ഫസ്റ്റ് ഫോം അങ്ങ് എഴുതിയാൽ മതി. ഏതാ? ഈറ്റ്. അതിന് മാറ്റം വരത്തില്ല. അതല്ല എങ്കിൽ ഈ ഫോം കണ്ടാൽ ഇതിലെ ഓക്സിലറി വെർബ് ഏതാ? ഡു. ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ ഓർക്കേണ്ടതാണ്. വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ ഓക്സിലറി വെർബ് ഡു. ഇനി ഈ ഈറ്റ് എന്ന് പറയുന്ന വെർബിനോട് ഡെസ് ആണ് ചേർക്കുന്നതെങ്കിൽ ഈറ്റിന്റെ ലാസ്റ്റ് എസ് ചേർക്കണം. ഡെസ് ആണെങ്കിൽ എന്ത് ചേർക്കണം? യെസ്. എക്സെപ്ഷൻ ഉണ്ട്. SH എൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഡെസ് ചേർക്കുമ്പോൾ ES ചേർക്കണം. ഇപ്പം എങ്ങനെ വരും? പണിഷസ് എന്ന് വരും. ഡെസ് ആണ് ചേർക്കുന്നതെങ്കിൽ പണിഷസ് എന്ന് വരും. ഡു ആണെങ്കിലോ? പണിഷിന്റെ കൂടെ ഡു ആണെങ്കിലോ? പണിഷ്. ഡു ആണെങ്കിൽ പണിഷ്. മനസ്സിലായോ? ക്യാച്ച്. CATCH. ക്യാച്ച്. ഡു ആണെങ്കിൽ ക്യാച്ച്. ഡെസ് ആണെങ്കിലോ? ക്യാച്ച്. ഡെസ് ആണെങ്കിൽ ES ആണ് ഇവിടെ ചേർക്കേണ്ടത്. അപ്പോൾ ഏതിൻ്റെയൊക്കെ കൂടെ? SHലോ CHലോ. ഇനി വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഗോയുടെ കൂടെ ഡെസ് ചേർക്കുമ്പോഴും GOS എന്നല്ല എഴുതുന്നത്, GOES. അപ്പോൾ ഏതൊക്കെ ലെറ്ററിൽ എൻഡ് ചെയ്യുമ്പോഴാണ് ES ചേർക്കുന്നത്? SHലോ അല്ലേ? ഏതൊക്കെയാ? SHലോ, പിന്നെ CHലോ, SHലോ, പിന്നെ CHലോ, ഓയിലോ എൻഡ് ചെയ്യുമ്പോൾ വെർബിൻ്റെ ലാസ്റ്റ് എന്താ ചേർക്കുന്നത്? ES ആണ് ചേർക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ആദ്യം നമ്മൾ പ്രസന്റ് സിമ്പിൾ ടെൻസ് മാത്രം നോക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ്, സബ്ജക്റ്റ്, ഡു ഓർ ഡസ്, വെർബ്. കാര്യം എത്രയും മനസ്സിലായല്ലോ? തുടച്ചേക്കട്ടെ. കാര്യം മനസ്സിലായോ? ഡു ഓർ ഡസ് പ്ലസ് വെർബ്. ഇനി എവിടൊക്കെയാണ് ഡു ചേർക്കുന്നത്, എവിടെയാണ് ഡസ് ചേർക്കുന്നത്? സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ഡസ് ചേർക്കുന്നത്. എക്സാമ്പിളായിട്ട് പ്രോനൗൺസിൻ്റെ കൂട്ടത്തിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് നൗണോ പ്രോനൗണോ ആയിരിക്കും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് എന്തായിരിക്കും? നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആയിരിക്കും. നൗൺ മീൻസ് നെയിം ഓഫ് എനിത്തിങ്. പ്രോനൗൺ മീൻസ് ഇൻസ്റ്റഡ് ഓഫ് എ നൗൺ. നാമത്തിന് പകരം നിൽക്കുന്നതാണ് പ്രോനൗൺസ്. ഷീയും ഹീയും പ്രോനൗൺസ് ആണ്, സിംഗുലർ ആണ്.